വിജിൻ പായന്തോട് തുടരുന്നുണ്ട്. വിജിൻ, ഇനിയുള്ള നടപടിക്രമങ്ങൾ അതെന്തെല്ലാമാണ്? വിജി, എന്തായാലും കേരള പോലീസിന്റെ സംഘം ചെന്നൈയിലേക്കും ഒപ്പം തന്നെ ഗുവാഹട്ടിയിലേക്കും ഒക്കെ തിരിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ ചെന്നൈയിൽ നേരത്തെ തന്നെ പോലീസ് സംഘം എത്തുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മറ്റ് ഈ വിശാഖപട്ടണം പോലീസും അതുപോലെ തന്നെ RPF-ഉമായി ഒക്കെ ബന്ധപ്പെട്ട് കുട്ടിയെ തിരിച്ച് ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത് കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ആരോഗ്യ പരിചരണം നൽകുക എന്നുള്ളതാണ്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി RPF തന്നെ മിക്കവാറും ഈ വിശാഖപട്ടണം പോലീസിന് കുട്ടിയെ കൈമാറും. അതിനുശേഷം കേരള പോലീസ് എത്തി കുട്ടിയെ തിരിച്ച് കേരളത്തിലേക്ക് എത്തിക്കുന്ന നടപടിയായിരിക്കും ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പോലീസിൽ നിന്ന് നിലവിൽ ലഭ്യമാകുന്നേ ഉള്ളൂ. നമുക്ക് ഒപ്പം നമ്മളിപ്പോൾ നൽകുന്ന ദൃശ്യങ്ങളിൽ കുട്ടിയെ കണ്ടെത്തി പുറത്തിറക്കിയതിന്റെ ദൃശ്യങ്ങളും ഒപ്പം തന്നെ മലയാളി സമാജം പ്രവർത്തകർക്ക് ഒപ്പം നിൽക്കുന്ന ദൃശ്യങ്ങളുമാണ് നിലവിലുള്ളത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇനി പോലീസ് അത്തരത്തിൽ ഈ ആവശ്യമായ ട്രീറ്റ്മെന്റ് ഉൾപ്പെടെ നൽകിയ ശേഷം ഈ വിശാഖപട്ടണം പോലീസിന് RPF കൈമാറുകയാണ് ചെയ്യുക. അത്തരം നടപടിക്രമങ്ങളാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. തുടർന്ന് പോലീസ് സംഘം ഇന്ന് തന്നെ ഒരുപക്ഷെ വിശാഖപട്ടണത്തേക്ക് പോവുകയും അവിടെ നിന്ന് കുട്ടിയുടെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടെടുത്തു കഴിഞ്ഞാൽ അവിടുമായി തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന നടപടിയിലേക്കാണ് കടക്കുക. അമ്മയുടെയും അച്ഛന്റെയും ഒക്കെ സാന്നിധ്യത്തിലേക്ക് അവളെ എത്തിക്കാനുള്ള നടപടിയിലേക്ക് കടക്കും. പിന്നീടായിരിക്കും ഏത് തരത്തിലാണ് ഇങ്ങനെയുള്ള പോകാനുള്ള മോട്ടീവ് ഉൾപ്പെടെ ഉണ്ടായത് എന്ന കാര്യത്തിലുള്ള ഒരു ചോദ്യം വിശദമായ ഒരു വിവരങ്ങൾ ശേഖരിക്കുന്ന നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. ഭാഷ അറിയാവുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തി അത്തരം നടപടികളിലേക്ക് കടക്കും. ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, പോകുന്ന വഴിയിൽ ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെയുള്ളവ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളിൽ ഒക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഏതെങ്കിലും നിലയിൽ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഈ ചെന്നൈയിൽ ഇറങ്ങിയ സമയത്ത് ഉൾപ്പെടെ ഏതെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ പോലീസ് പരിശോധിക്കും. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്നും ഒക്കെ വ്യക്തമാകുന്നത് കുട്ടി ആശ്വാസകരമായി തിരിച്ചെത്തിയിരിക്കുന്നു. മലയാളികളും അതുപോലെ തന്നെ ബന്ധുക്കളും ഒക്കെ ഉൾപ്പെടെ കഴിഞ്ഞ മണിക്കൂറുകളിൽ മുതൽ കുട്ടിയെ ജീവനോടെ രക്ഷിക്കാൻ ഒപ്പം തന്നെ കുട്ടിക്ക് മറ്റ് അപകടങ്ങൾ ഒന്നുമില്ലാതെ തിരിച്ച് മാതാപിതാക്കളെ ഏൽപ്പിക്കണമെന്ന പ്രാർത്ഥനയിലും അതിനുള്ള ശ്രമത്തിലും ഒക്കെ ആയിരുന്നു. ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു കാണേണ്ട കാര്യം. ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുമില്ല. എന്തായാലും ആരോഗ്യ പരിചരണം ഉൾപ്പെടെ നൽകിയിട്ടായിരിക്കും കുട്ടിയെ ഈ വിശാഖപട്ടണം പോലീസിന് കൈമാറുക. വിജിൻ, ഒരു കാര്യം കൂടെ ചോദിക്കുന്നു. RPF കോടതിയിൽ ഹാജരാക്കേണ്ട ആവശ്യമുണ്ടോ മിസ്സിംഗ് കേസ് ആയതുകൊണ്ട്? അത്തരത്തിലുള്ള നടപടികളില്ല. അതായത് ഈ പോലീസിന്റെ ഒരു FIR, കേരള പോലീസാണ് ഇക്കാര്യത്തിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ പല സംസ്ഥാനങ്ങളിലും തമിഴ്നാട്ടിലും ഒപ്പം തന്നെ ഈ ആസാമിലും ഉൾപ്പെടെ പോലീസ് ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് RPF കടക്കില്ല. കാരണം ഈ വിശാഖപട്ടണത്ത് ഈ കുട്ടിയെ കണ്ടെത്തിയ സാഹചര്യത്തിൽ വിശാഖപട്ടണം പോലീസിന് കൂടി ഇക്കാര്യത്തിൽ RPF ഇൻഫർമേഷൻ നൽകും. അതുമായി ബന്ധപ്പെട്ട് ഈ വിശാഖപട്ടണം പോലീസിന് ഈ RPF കുട്ടിയെ കൈമാറുകയാണ് സ്വാഭാവിക നടപടിക്രമം എന്ന് പറയുന്നത്. അതിനുശേഷമാകും നേരിട്ട് ഈ കേരള പോലീസിന് ഈ കുട്ടിയെ കൈമാറുന്ന നടപടികളിലേക്ക് കടക്കുക. അങ്ങനെ കൈമാറിയ കുട്ടിയെ തിരിച്ച് കുട്ടി പൂർണ്ണ ആരോഗ്യവതിയായ ശേഷം തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അമ്മയുടെയും അച്ഛന്റെയും സാന്നിധ്യത്തിൽ ഒക്കെ കുട്ടിയെ വിദഗ്ധമായ കൗൺസിലിങ്ങും ഒപ്പം തന്നെ കുട്ടി ഏത് തരത്തിലാണ് ഇങ്ങനെ ഇവിടത്തേക്ക് പോകാൻ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളൊക്കെ വിശദമായി ചോദിച്ചറിയുക. അതിനുശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുക. നിലവിൽ എന്തായാലും ലഭിക്കുന്ന വിവരം അനുസരിച്ച് ചെന്നൈയിൽ ഇന്നലെ ഏകദേശം രാവിലെ 6:34 ട്രെയിൻ അവിടെ എത്തിയിരുന്നത്. ഐലൻഡ് എക്സ്പ്രസ് കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിനാണ്. ആ ട്രെയിനിൽ തന്നെയായിരുന്നു കുട്ടി തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് എത്തുകയും ചെയ്തത്. അതിലൊരു സ്ഥിരീകരണം ഉണ്ടായത് വൈകിട്ടോടുകൂടി നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷൻ നടത്തിയ വിശദമായ CCTV പരിശോധനയിലാണ്. അതിൽ നിന്നാണ് കുട്ടി നാഗർകോവിൽ ഇറങ്ങി അവിടെ നിന്ന് ഒരു ബോട്ടിൽ വെള്ളവും ആയി തിരിച്ച് വണ്ടിയിലേക്ക് കയറി എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചത്. അതിനുശേഷമാണ് ഈ കുട്ടി എന്തായാലും
കന്യാകുമാരിയിൽ തന്നെ എത്തിയിട്ടുണ്ടാകുമെന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. അതിനുശേഷമാണ് കൂടുതൽ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയും ചെയ്തത്. അവിടെ നിന്നാണ് കുട്ടി ഇതേ ട്രെയിനിൽ തന്നെ ചെന്നൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചത്. രാത്രിയായിരുന്നു ട്രെയിനിന്റെ യാത്ര എന്നുള്ളത് കൊണ്ട് തന്നെ ചെന്നൈയിൽ തന്നെ എത്താനുള്ള സ്വാഭാവികമായുള്ള സാധ്യത പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം RPF-ന് ഉടൻ തന്നെ പോലീസ് നിർദ്ദേശം നൽകി. ഈ ചെന്നൈയിൽ ഉള്ള ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ RPF പരിശോധന നടത്തിയപ്പോഴാണ് കുട്ടി മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭ്യമായത്. ആ ദൃശ്യങ്ങളിൽ നിന്നാണ് കുട്ടി മറ്റൊരു ട്രെയിനിലേക്ക് കയറി അസമിലേക്ക് പോകാനുള്ള ശ്രമം നടത്തിയതായി ഉള്ള കാര്യങ്ങൾ പോലീസ് വ്യക്തമാക്കുകയും ചെയ്തത്. അത് വെച്ചുള്ള ഒരു പരിശോധന കൂടുതൽ വ്യാപിപ്പിക്കാൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു. നേരത്തെ തന്നെ കുട്ടിയുടെ ട്രെയിനിൽ നിന്ന് ബബിത പകർത്തിയ ദൃശ്യങ്ങൾ പോലീസ് പലർക്കും ഫോർവേഡ് ചെയ്തിരുന്നു പല സ്ഥലങ്ങളിലേക്ക്. ഒപ്പം തന്നെ ഈ മലയാള സമാജത്തിന് ഉൾപ്പെടെയുള്ളവർക്ക് അത് നൽകുകയും ചെയ്തു. ഒപ്പം മാധ്യമങ്ങളിൽ നിരന്തരമായി വാർത്ത വന്നതും ഇക്കാര്യത്തിൽ മലയാള സമാജംകാർക്കും മറ്റുള്ളവർക്കും ഒക്കെ കുട്ടിയെ തിരിച്ചറിയാൻ സഹായകമായി എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ട കാര്യമാണ്. അത്തരത്തിൽ കുട്ടിയെ പെട്ടെന്ന് തിരിച്ചറിയാൻ ഉള്ള ഒരു നടപടിയിലേക്ക് ഈ വിശാഖപട്ടണത്തെയും അതുപോലെ തന്നെ മറ്റു മേഖലകളിലെയും ഒക്കെ ആളുകൾ മലയാള സമാജം പ്രവർത്തകർ ഉൾപ്പെടെ കടക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജയവാഡയിൽ ട്രെയിൻ നിർത്തിയ സമയത്തുൾപ്പെടെ ഈ മലയാളി സമാജം പ്രവർത്തകർ അവിടെ ഈ കുട്ടിയെ തിരഞ്ഞു പോയത്. എന്തായാലും അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റിൽ തന്നെയായിരിക്കും കുട്ടി ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. കാരണം മറ്റ് റിസർവേഷൻ കമ്പാർട്ട്മെന്റുകളിലാണ് കുട്ടി ഉണ്ടായിരുന്നതെങ്കിൽ അവിടെ ഈ TTR-ന്റെ ചെക്കിങ്ങിലൊക്കെ കുട്ടിയെ കണ്ടെത്തേണ്ടതാണ്. പക്ഷേ അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടി സഞ്ചരിച്ചത് മുഴുവൻ ഇതുപോലെ റിസർവേഷൻ ഇല്ലാത്ത കമ്പാർട്ട്മെന്റുകളിലാണ്, ജനറൽ കമ്പാർട്ട്മെന്റുകളിലാണ് എന്ന ഒരു ഉറപ്പ് കൃത്യമായി ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള തിരച്ചിലാണ് ഇവർ നടത്തിയത്. അതിനിടെയാണ് ഇത്തരത്തിൽ കമഴ്ന്നു കിടക്കുന്ന നിലയിൽ കുട്ടിയെ കണ്ടെത്തിയത് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കൂടുതൽ മലയാള സമാജം പ്രവർത്തകരുടെ വിവരങ്ങൾ നമുക്ക് തേടാവുന്നതാണ്. എന്തായാലും അവർ നൽകുന്ന വിവരമനുസരിച്ച് അപ്പോൾ തന്നെ വിജയവാഡയിൽ നിന്ന് നടത്തിയ തിരച്ചിലിനിടെ കണ്ടെത്തിയ കുട്ടിയെ വിശാഖപട്ടണത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കുകയും തുടർന്ന് അവർക്ക് വെള്ളവും ഒക്കെ നൽകിയ ശേഷം RPF-ന് കൈമാറുകയാണ് ചെയ്തത് എന്നാണ് വ്യക്തമാക്കുന്നത്. ഭാഷ ഈ വലിയ തരത്തിൽ അറിയാത്ത കുട്ടിയാണ്. കാരണം ആസാം ഭാഷ മാത്രമാണ് അവർക്ക് വശമുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് ഭാഷകൾ അറിയാത്തത് കൊണ്ട് തന്നെ കുട്ടിക്ക് നേരത്തെയും ഈ ആളുകളോട് ഇടപെടാനുള്ള ചില പരിമിതികൾ ഉണ്ടായിരുന്നു എന്ന് ഈ ബബിത ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വീട് വിട്ട് ഇറങ്ങിയത് നാട്ടിലേക്ക് തിരിച്ച് അസാമിലേക്ക് പോകാൻ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൂടി വരികയാണ്. കാരണം ആ ട്രെയിൻ തന്നെ കണ്ടുപിടിച്ചാണ് കുട്ടി യാത്ര തുടർന്നത് എന്നുള്ളതാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ മണിക്കൂറുകൾ, ഏകദേശം 38ഓളം മണിക്കൂറുകൾ നീണ്ട ഈ തിരച്ചിലിനും ആകാംക്ഷയ്ക്കുമൊടുവിൽ കുട്ടിയെ വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കഴിഞ്ഞ ദിവസം കാണാതായ 13-കാരിയായ അസം സ്വദേശി തസ്മിനെ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. 37 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. മലയാളി അസോസിയേഷൻ പ്രതിനിധികളാണ് കുട്ടിയെ കണ്ടെത്താൻ സഹായകമായത്. അവരാണ് കുട്ടിയെ കണ്ടെത്തിയത്. താമ്പരം എക്സ്പ്രസിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് അസോസിയേഷൻ ഭാരവാഹികൾ കൈരളി ന്യൂസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലെത്തിയ പെൺകുട്ടി ഇവിടെ നിന്ന് വിശാഖപട്ടണത്തേക്ക് പോകുകയായിരുന്നു.